ഇനി നമുക്കൊരു ഇതര സംസ്ഥാന വിശേഷം കൂടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണാം. ഫൂലൻ ദേവി അടക്കം നിരവധി പേർ പ്രമുഖരായി മത്സരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ വിവിധ ഘട്ടങ്ങളിൽ. ഇതാ വീരപ്പന്റെ മകൾ വിദ്യാറാണിയും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുകയാണ്. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുന്നത്. കാടുവിറപ്പിച്ച വീരപ്പന്റെ മകൾ വിദ്യാറാണി കൃഷ്ണഗിരി മണ്ഡലത്തിൽ നിന്നാണ് ലോക്സഭയിലേക്ക് ജനവിധി തേടുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് തമിഴർ കക്ഷി നേതാവ് സീമാൻ 40 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. കൂടുതലും സ്ത്രീകൾക്കാണ് സീമാൻ മുൻതൂക്കം നൽകിയത്. 4 വർഷം മുൻപ് BJP-യിൽ ചേർന്ന വിദ്യയ്ക്ക് അർഹമായ പരിഗണന ലഭിക്കാത്തതിൽ വലിയ നിരാശ പ്രകടിപ്പിക്കുകയും തുടർന്ന് BJP-യിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. പിന്നീട് സീമാനുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് വിദ്യയെ മത്സരരംഗത്തേക്ക് ഇറക്കിയത്. മൈക്ക് ചിഹ്നത്തിലാണ് വിദ്യ മത്സരിക്കുന്നത്. കൃഷ്ണഗിരി സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് വിദ്യാറാണി. വിദ്യാറാണി 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അച്ഛനുമായുള്ള ആദ്യത്തെയും അവസാനത്തെയും കൂടിക്കാഴ്ച. അന്ന് അച്ഛനുമായി സംസാരിച്ചെന്നും അന്നത്തെ സംഭാഷണമാണ് തന്നെ രൂപപ്പെടുത്തിയതെന്നും വിദ്യാറാണി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2004 ഒക്ടോബർ 24-നാണ് വീരപ്പൻ പ്രത്യേക ദൗത്യസേനയുടെ വെടിയേറ്റു മരിച്ചത്. വീരപ്പന്റെ ഭാര്യ മുത്തുലക്ഷ്മി ടി വേൽമുരുകന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് A. ചെല്ലകുമാർ 1.5 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലമാണ് കൃഷ്ണഗിരി. ഇത്തവണ K. ഗോപിനാഥാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. AIADMK സ്ഥാനാർത്ഥിയായി V. ജയപ്രകാശും BJP-ക്ക് വേണ്ടി C. നരസിംഹനും മണ്ഡലത്തിൽ ജനവിധി തേടുന്നുണ്ട്. കഴിഞ്ഞ തവണയും മത്സരിച്ച നാം നമ്മിൽ കച്ചി മണ്ഡലത്തിൽ 28,000 വോട്ട് നേടിയിരുന്നു. ഇലക്ഷൻ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ചരിത്രമില്ലാതെ എന്ത് വർത്തമാനം? ഇനി കാണാം ചരിത്ര സ്പന്ദനം.